കേരളത്തിനും മലപ്പുറത്തിനുമെതിരെ വിദ്വേഷ പ്രസ്താവനകളുമായി ബി.ജെ.പി. നേതാക്കൾ. മലപ്പുറത്ത് ഒരു വിഭാഗം വിവാഹപ്രായം 16ലേക്ക് ചുരുക്കിയെന്ന് ബി.ജെ.പി. എം.പി. സുധാൻഷു ത്രിവേദി ആരോപിച്ചു. ഇതിനെ പിന്തുണച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരെന്നും സുധാൻഷു ത്രിവേദി ആരോപിച്ചു. കേരള സ്റ്റോറി ധീരമായ തുറന്നുപറച്ചിലായിരുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. मल्लापुरम की डिस्ट्रिक्ट काउंसिल एक प्रस्ताव पारित करती है कि सिंस इट हैज बिकम ए मुस्लिम डोमिनेटेड डिस्ट्रिक्ट, तो यहां पर सभी लड़कियों की शादी की एज जो कॉन्स्टिट्यूशनली 18 साल थी भारत में, वो 16 कर दी जाए. Not only for Muslims. For Muslims, it is having no problem. Even you can marry a 9-year-old girl. But for all the communities, and to the surprise and the agony of the constitution, that this was accepted by the Kerala government in May 2013. At the time, it was led by UDF, Congress. And after BJP has made it a big issue, then they withdrew the order next month, that is June 2024, and said it will not affect retrospectively. സജു തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സജു, ഈ പറഞ്ഞത് ബി.ജെ.പി. നേതാക്കളായതുകൊണ്ടും കേരളത്തിനും മലപ്പുറത്തിനെതിരെയും ആയതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല. ഇത് സ്ഥിരം പരാമർശമാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകൾ ഇവരുടെ വിഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു ഈ പ്രസ്താവന? എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? ജിന, ഡൽഹിയിൽ നടന്ന കേരള സ്റ്റോറീസ് സിനിമയുടെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ബി.ജെ.പി. എം.പിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും മലപ്പുറത്തിനെതിരെയും കേരളത്തെയും അപഹസിക്കുന്ന രീതിയിലാണ് ബി.ജെ.പി. നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള വലിയ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സുധാൻഷു ത്രിവേദിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശീയ ചിഹ്നത്തിലെ അശോക ചക്രം ഹിന്ദു ചിഹ്നമാണെന്നും ഇന്ത്യക്ക് മതേതര രാജ്യമായി നിലനിൽക്കാനാവില്ലെന്നുമുള്ള വലിയ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മതേതരത്തിന്റെ പേരിൽ വിശ്വാസത്തിന് മേൽ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചതോടൊപ്പം തന്നെ കേരള സ്റ്റോറി ധീരമായ ഒരു തുറന്നുപരിച്ചിലായിരുന്നെന്നും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഈ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സത്യം പുറത്തുവരുമെന്നും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും പറയുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് ഒരു വിഭാഗം 16 വയസ്സിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അപ്പൊ അത്തരത്തിലുള്ള വളരെ ശരി, സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.